എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ തുടർച്ചയായ സർക്കുലറുകളിലും നിയമനങ്ങളിലും കൽപ്പനകളിലും കാണുന്നത് നിയമങ്ങൾ, വിലക്കുകൾ, ഭീഷണികൾ, അനുഷ്ഠാന വിധികൾ, ആചാരങ്ങൾ എന്നിവ മാത്രമാണ്. ക്രിസ്തുവിന്റെ അനുയായി എന്ന പേരിൽ അധികാര ദുർവിനിയോഗം നടത്തുന്ന ഇദ്ദേഹത്തിന്റെ മതത്തിന്റെ പുറംചട്ടയണിഞ്ഞിരിക്കുന്ന ഒരു ഫരിസേയ പ്രമുഖന്റെ മുഖം മാത്രമാണ് കാണാനുള്ളൂ. യേശുവിന്റെ കാലത്ത് ഫരിസേയർക്ക് അല്പം കൂടി ആത്മാർത്ഥതയുണ്ടായിരുന്നുവെന്ന് തീർച്ചയായും ഉറപ്പിക്കാം. മറുവശത്ത് ഈശ്വരാധിഷ്ഠിതമായ നീതി നടപ്പിലാക്കാനുള്ള അഭിനിവേശത്തോടെ അന്മായരും വൈദികരും അതിരൂപതയിൽ അശ്രാന്ത പരിശ്രമം നടത്തുന്നു. ഒരു പുതിയ സഭാത്മകതയുടെ തുടിപ്പുകൾ അവരുടെ പോരാട്ടങ്ങളിൽ കാണാം. അചഞ്ചലമായ ധാർമ്മിക ശക്തിയുടെ ഉടമയും ഉറവിടവുമാണ് യേശു. പതരാത്ത ലക്ഷ്യബോധത്തോടെ യേശു തന്റെ ദൗത്യവുമായി മുന്നോട്ടു പോയി. യേശുവിന്റെ അതേ ദൗത്യവുമായി മുന്നോട്ടു പോകുന്ന ഒരു ജനസമൂഹത്തെ പൈശാചിക പ്രവർത്തനത്തിലൂടെയും അധികാര ദുർവിനിയോഗത്തിലൂടെയും ഒളിച്ചും പാത്തും തടയാൻ ശ്രമിക്കുന്ന അഡ്മിനിസ്ട്രേറ്ററോടും കൂട്ടാളികളോടും യേശുവിന്റെ നിർഭയത്തോടെ ആ ദൈവജനം വിളിച്ചു പറയുന്നുണ്ട്. ആ കുറുക്കനോട് പോയി പറയുക, ഇന്നും നാളെയും ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും. 3-ാം ദിവസം ഞങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കും. എനിക്കാരെയും പേടിക്കാനില്ല എന്ന ഭാവത്തോടെ നടന്നു നീങ്ങിയ യേശുവിനെ പോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങൾ അവരുടെ വൈദികരോടും സന്യസ്തരോടുമൊപ്പം നടന്നു നീങ്ങുകയാണ്. യേശുവിന്റെ വിമർശനത്തിന് ഏറ്റവും അധികം വിധേയരായത് ഫരിസേയ മത നേതൃത്വവും സമ്പന്ന വർഗവുമായിരുന്നു. ഇന്ന് വിമർശനത്തിന് വിധേയരാകുന്നത് സീറോ മലബാർ സഭാ നേതൃത്വവും അവരോട് ചേർന്നു നിൽക്കുന്ന കപട നേതാക്കളും ചില പുരോഹിത പ്രമുഖന്മാരുമാണെന്ന് നിസ്സംശയം പറയാം. ബാഹ്യമായ ആചാരങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്ത ഫരിസേയ ചിന്താഗതിയുടെ അതേ പതിപ്പാണ് ഇന്നത്തെ സഭാ നേതൃത്വവും കൊണ്ടു നടക്കുന്നത്. യഹൂദ മതത്തിന്റെ അഭിമാന സ്തംഭമായ ജെറുസലേം ദേവാലയത്തെ നോക്കി കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ ഇത് തകർന്നടിയും എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള യേശുവിന്റെ അതേ ചങ്കൂറ്റത്തോടെ പറയേണ്ടി വരുന്നു. ഈ പോക്ക് പോയാൽ സീറോ മലബാർ സഭാ നേതൃത്വം തകർന്നടിയും. വ്യവസ്ഥാപിതമായ ഒരു മതത്തിന് കോട്ടകൾ ഉറപ്പിച്ചിട്ട് പോകുക എന്നതല്ലായിരുന്നു യേശുവിന്റെ ലക്ഷ്യം. ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി അധ്വാനിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സമൂഹമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനം രൂപപ്പെട്ടു കഴിഞ്ഞു. ഒരു വ്യവസ്ഥാപിത മതത്തിന്റെ നാലുകെട്ടിനകത്ത് സുരക്ഷിതത്വം കണ്ട് ഒതുങ്ങി കഴിയാനുള്ളവരല്ല യേശുവിന്റെ അനുയായികൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യേശു സ്വപ്നം കണ്ട സഭയുടെ രൂപവൽക്കരണവുമായി ഈ അതിരൂപതയിലെ ദൈവജനം മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. പല ദൈവശാസ്ത്രജ്ഞരും ബൈബിൾ പണ്ഡിതരും ന്യായാന്യായങ്ങൾ തുറന്നു എഴുതാൻ മടിക്കുന്ന കാലമാണിത്. അധികാര ശ്രേണിയിലുള്ളവർക്ക് അപ്രിയമാകുന്ന സത്യങ്ങൾ പറയാതിരിക്കാൻ പലരും മൗനം പാലിക്കുന്ന കാലഘട്ടത്തിൽ ചിലരെങ്കിലും പ്രവാചക ധീരതയോടെ മുന്നോട്ട് വരുന്നത് ആശാവഹമാണ്.